ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളുണ്ട്. ഇന്ന് വീട്ടിൽ ആണ് ഫുഡ് ഉണ്ടാക്കി ഞാൻ വളപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരിക്കൽ ഇവിടെ ജഡായു എന്ന് പറയുന്ന പക്ഷി, അതിനെ ഞങ്ങൾ കണ്ടിരുന്നു. ആ ചങ്കാത്തവും കൂടി വന്നതാ. പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഞാനിവിടേക്കുള്ള വരവ് നിന്നപ്പോൾ പിന്നെ അതിൻ്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല. ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ വരുമായിരിക്കും. ആ കൂകുന്ന ശബ്ദം അത് പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദമാണത്. ഈ മലകളിലൊക്കെ വസിക്കുന്നതിനോട് ഇവിടെ ഈ ഏരിയയിൽ വീടുകളൊന്നും ഇല്ല. ഇവർക്ക് വിഹരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണത്. വിശാലമായ കാട് പിടിച്ച് കിടക്കുന്ന വനം പോലെയാണ് പാടം കിടക്കുന്നതേ. അപ്പോൾ കരഭൂമി പോലെ തന്നെ തോന്നുമാറ് അത് അവിടെ പല കിളികളും ഒക്കെ വന്ന് കഷ്ടിച്ചിട്ട് കൊത്തിക്കൊണ്ടുവന്നിട്ടും പ്ലാവും മാവും റംബുട്ടാനും എന്ന് വേണ്ട ഒരുപാട് സാധനങ്ങളൊക്കെ മുളച്ച് പൊന്തി അത് കാടുമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരുപാട് ദൂരക്കാരൊക്കെ വന്ന് വാങ്ങിയിട്ടേക്കണ സ്ഥലവുമാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ അധികം പേരൊന്നും അങ്ങോട്ടൊന്നും പോകുമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് നമ്മൾ കാണാത്ത തരം പക്ഷികൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ വിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. വേഴാമ്പലൊന്നും ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഒരു ദിവസം വന്നപ്പോഴുണ്ട് വേഴാമ്പലിൻ്റെ ഒരു കൂട്ടം വന്നേക്കാണ്, ഗോവയ്ക്ക പഴുത്തത് കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നൊരു ദിവസം മാത്രമേ അത് കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ദിവസം വളപ്പിൽ വരാതെ ഇരുന്ന് ഇപ്പോൾ വളപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒച്ചയും ബഹളവും കേട്ടില്ല. അവരുടെ ഒച്ചയും ബഹളമൊക്കെ ചക്കയൊക്കെ മൂത്ത് തുടങ്ങി. ഇന്ന് പറ്റിയാലൊരു ചക്ക ഇട്ട് കൊണ്ടുപോകണം. ഇന്ന് ഞങ്ങൾ പണിക്കാർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളുടെ ഒരുക്കലാണ് ഇതൊക്കെ. നേരത്തെയൊക്കെ ഒരുക്കിയെടുത്ത് വയ്ക്കുന്നതാണ്. കുറച്ചൊക്കെ ഇവിടെ വെച്ച് പാകപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അച്ചിങ്ങ പയർ കൊണ്ട് ഒരു തോരനും, പിന്നെ ചക്കുകുരു മാങ്ങ ചേർത്ത് ഒരു ഒഴിച്ച് കറി, പണ്ടത്തെ നാട്ടുകറി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണല്ലോ അത്. അപ്പം അത് ഉണ്ടാക്കാമെന്ന് എഴുതി. അപ്പോൾ അങ്കിളിതേ അച്ചിങ്ങ ഒടിച്ചോണ്ടിരിക്കണു. എനിക്ക് പണിയുണ്ട്. എൻ്റെ പണിയാണ് ചക്കുകുരു മാങ്ങയും വെക്കാമെന്നാണ് അങ്കിൾ പറയണത്. അപ്പോൾ ഞാൻ ചക്കുകുരു നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രുചിയുള്ള ചക്കയുടെ കുരുവും നല്ലത് തന്നെയാണ്. അത് നമുക്ക് നന്നാക്കുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ ഇത് ഇരുന്ന് മുറുകും തോറും ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നന്നാക്കി എടുത്ത ചക്കയുടെ കുരു മൊത്തം അങ്ങോട്ട് നന്നാക്കിയിട്ട് അങ്ങോട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ കുറേശ്ശെ എടുത്ത് കറി ശരിയാക്കാമല്ലോ. ഇന്നിപ്പോൾ മാങ്ങ ഇട്ടാൽ ചെമ്മീൻ ഇടണ്ട കേട്ടോ. ചെമ്മീൻ വേണ്ടാന്ന് അങ്കിൾ പറയുന്നത്. അപ്പോൾ ഇനിയും ബാക്കി കാര്യം വയ്ക്കുമ്പോൾ പോകെ പറയാം. ഇത്രയും ചക്കക്കുരു നന്നാക്കി കഴിഞ്ഞു. പിന്നെ ഇനി ഇത്രയുണ്ട്. കുടപ്പൻ ഒരെണ്ണം പറിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മാസത്തോളമായി. അതാണ് അതിന് ഉള്ളിൽ കറുപ്പ് വീണ പോലെ. അത് കാരണം അത് വേണ്ടെന്ന് വെച്ചു, അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ കറി. നല്ല അച്ചിങ്ങയാണ് കേട്ടോ. നല്ല അച്ചിങ്ങ. ചിലത് പൊളിയൻ ഒടിയന്നെ. ഇത് ഒടിയൻ.
അച്ചിങ്ങ 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 ഇതേ കണ്ട നല്ല അച്ചിങ്ങ കേട്ടോ. ഓലത്തി ഇതേ ഓലത്തി കഞ്ഞി കുടിക്കാൻ സൂപ്പറാ. കണ്ട അച്ചിങ്ങ കേട്ടോ. അങ്ങനെ എന്തോരം കഞ്ഞി വേണമെങ്കിലും കുടിക്കാം. ഒരു നാഴിയരിയുടെ കഞ്ഞി. ചക്കക്കുരു മാങ്ങയും വെക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചേറിയായിട്ട് ഒരെണ്ണം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുക്കുകയാണ്, അരച്ചെടുക്കാൻ. ചക്ക വേവായി. ഇനി ഇത് ഉലർത്തിയെടുക്കണം. ഉള്ളി മുളകും കുത്തിച്ചതച്ച് മൂപ്പിച്ച് അതിലിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്നതാണ്. ഇതിനകത്ത് ഇത്തിരി തേങ്ങ ഇടണ്ടേട്ടാ ഉണ്ടോ? അതേതാ? വേറെ ഇല്ലല്ലോ ഇടണ തേങ്ങ. അച്ചിങ്ങയിൽ ഇടണോ? ഇടല. എന്നാ ആ തേങ്ങ ഞെറിട്ടേ എടുത്തുമ്പോൾ അത് യോജിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അതെ. ആ അച്ചിങ്ങ ഏകദേശം വേവാണ്ട്. ഇച്ചിരി വെള്ളം വറ്റാനുണ്ട്. എന്നാലും ഇപ്പം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓഫ് ചെയ്യാം കേട്ടോ. വേവിച്ച ചക്കക്കുരുവിലേക്ക് ഞാൻ ഒരു കുഞ്ഞു മാങ്ങയാണ്, ഒരു 2 കുഞ്ഞു മാങ്ങ എടുത്തിട്ടുണ്ട്. 2 കുഞ്ഞു മാങ്ങ, തക്കാളി, പച്ചമുളക്. ഇവിടെ അങ്കിള് നിന്ന് കടുകൊക്കെ പൊട്ടിച്ച് ചീറിക്കണം, ശബ്ദമാണ് കേൾക്കണം. അപ്പോൾ അത് ഇതിലേക്ക് ഇടുകയാണ്. മുളക് പൊടിയിടാണ്. എന്താ എന്നെ തികച്ച് വേണ്ട, പകുതി ഇട്ടോളൂ കേട്ടോ ഞാൻ. ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ പാടേ. ഇനി മല്ലിപ്പൊടി ഒരു ഇത്തിരി ഇടുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഇനി ഞാനിത് അടപ്പത്ത് വയ്ക്കാൻ പാണ്. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോഴത്തേനും മാങ്ങ വേവാവും. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ ചേർക്കേണ്ടതുണ്ട്. പിന്നെ പാകത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് കടുക് കാച്ചിയിടാം. ചക്കക്കുരു മാങ്ങ വെച്ച കറി റെഡിയായി. ഉള്ളിയും വറ്റൽമുളകൊക്കെ കാച്ചിയിട്ടു. അച്ചിങ്ങ പയർ ഉരത്തുണ്ടാക്കി തോരൻ. ചക്ക ഉലത്തി വെച്ചു. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നല്ലോ. പഴയ കാലങ്ങളിലെ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഒരു ഉപ്പുനോട്ടം. അതിപ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ചക്കക്കുരു കറിയേ നല്ല സൂപ്പറാ. ഉപ്പും മുളകും മല്ലിയും ഒക്കെ നല്ല പാകത്തിനുണ്ട്. അസല് കറി വേണ്ട. ഉഗ്രം. നല്ല അറിയാം. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.